ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമായി കവിമുനിയോദിയോ വനമലർ കേട്ടുവോ കിളിമകൾ പാടിയോ നിലയതു ചൊല്ലിയോ സീതാകാവ്യം ശുഭകീർത്തനത്തിലുണരുകയായി ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദിപോ തിരയിടുമാത്മാവിൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് രാമായണ പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട അഷ്ടസിദ്ധി കാണ്ഡങ്ങളെക്കുറിച്ചാണ്. രാമായണം വായിക്കുന്ന വഴി മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും ലഭിക്കുന്നു. ഇതിന് പ്രത്യേക കാണ്ഡങ്ങളിൽ പ്രത്യേക ഫലങ്ങളാണുള്ളത്. ഇത് പാരായണം ചെയ്താൽ അതീവ ശ്രേയസ്കരമാണ്. പലർക്കും വിശേഷമായ സിദ്ധികൾ ലഭിച്ച അനുഭവങ്ങൾ ഉള്ളതായ വിശ്വാസമുണ്ട്. ഇത് എന്തെല്ലാമാണെന്ന് നോക്കിയാലോ. കുട്ടികളുടെ അരിഷ്ടത മാറാൻ, തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ പൂർണ്ണമായി അർഭകൻ പിറന്ന ഉടൻ എന്ന് വരുന്ന ഭാഗം. ഈ ഭാഗം 42 ദിവസം അടുപ്പിച്ച് വായിക്കുക എന്നുള്ളതാണ്. പരീക്ഷകളിൽ കുട്ടികൾക്ക് മികവ് ഉണ്ടാവാനുള്ള ഭാഗമാണ്. ഭാർഗവന്റെ ദർപ്പശമനത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ എന്ന് വരുന്ന ഭാഗം 40 ദിവസം അടുപ്പിച്ച് വായിക്കുക എന്നുള്ളതാണ്. സുഖപ്രസവത്തിനായിട്ട് ഉച്ചത്തിൽ പഞ്ചഗ്രഹം എന്ന് തുടങ്ങുന്ന ഭാഗം, കൗസല്യ സ്തുതിയിൽ നിന്നുള്ള ഭാഗം 42 ദിവസം അടുപ്പിച്ച് വായിക്കുക എന്നുള്ളതാണ്. ആപത് നിവാരണത്തിന് വിഭീഷണ സ്വസ്ത്രമാണ്. രാമ രാമ രമണ ത്രിലോകാപതേ അതുമുതൽ മുക്തിപ്രിയാ മുകുന്ദായ നമ എന്ന് വരുന്ന ഭാഗമാണ് 42 ദിവസം അടുപ്പിച്ച് വായിക്കുക എന്നത്. സുഖപ്രദമായ വൈവാഹിക ജീവിതത്തിന് സീതാ സ്വയംവരത്തിൽ നിന്ന് സർക്കാര യോഗന്മാരായ രാജൻ പുത്രന്മാരെ കണ്ടു ഉൾക്കുരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ചു എന്ന് വരുന്ന ഭാഗം 42 ദിവസം വായിക്കുക അടുപ്പിച്ച്. അടുത്തത് ഉദ്യോഗം കിട്ടാനുള്ള പ്രസക്ത ഭാഗങ്ങളാണ്. മാതൃവചനം ശിരസിൽ ധരിച്ചുകൊണ്ട് ആദരവോടെ തൊഴുത് സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൊണ്ട് ചെന്നു രാമാന്തികയെ വണങ്ങിയിടിനാൻ എന്ന ഭാഗമാണ്. അത് അടുപ്പിച്ച് 12 ദിവസം വായിക്കുക എന്നുള്ളതാണ്. വേർപെട്ടു പോയ ആൾക്കാരെ ഒരുമിപ്പിക്കുവാനുള്ള പ്രത്യേക ഭാഗമാണ്. ഭാര്യ ഭർത്താക്കൾ, സുഹൃത്തുക്കൾ, കാമുകി കാമുകരൊക്കെ പെടും കേട്ടോ. അത് ഹനുമൽ സീതാ സംവാദത്തിൽ നിന്ന് ചൂടാമണി കൊടുക്കുന്ന രംഗം ഒരു 18 പ്രാവശ്യം വായിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള പ്രത്യേക ഭാഗമാണ്. ഇന്ന് നാരീ ജനമോഹനൻ മുതൽ തൃപ്തി വരാ വീണ്ടിയിലും മുക്തിയും എന്നുള്ള പ്രത്യേക ഭാഗം. മാറാരോഗം മാറാനായിട്ട് യുദ്ധകാണ്ഡത്തിൽ നിന്നാണ്. യുദ്ധം പറഞ്ഞ് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നുള്ളത് 42 ദിവസം വായിക്കുക എന്നതാണ്. ഭൂതപ്രേതാദികളിൽ നിന്നുള്ള മോചനം, അകാരണമായ ഭയം, ഉത്കണ്ഠ എന്നിവയ്ക്കുള്ള പ്രത്യേക ഭാഗമാണ്. ലങ്കാമർദ്ദനത്തിൽ നിന്നാണ്. ആദ്യം മുതൽ ലങ്ക കത്തിക്കുന്ന ഭാഗം വരെയുള്ള ഭാഗം വായിക്കുക എന്നതാണ്. പാപം നശിക്കാൻ ചൂടാമണി കൊടുത്തിട്ടുള്ള സുന്ദരകാണ്ഡത്തിൽ നിന്നുള്ള പ്രത്യേക ഭാഗം. ചിരമവിധ സുഖമോടു മുതൽ അപരമിത ശരണമിത നഹി നഹി നമസ്തുതേ എന്നുള്ള ഭാഗം. ജീവൻ മുക്തനായി തീരാൻ ജഡായു സ്തുതിയാണ്. അത് മുഴുവൻ വായിക്കുക. ഒരു 12 പ്രാവശ്യം ദിവസവും വായിക്കുക എന്നുള്ളതാണ് 42 ദിവസം.